ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. തിരുവില്വാമലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെ അധികൃതരുടെ കടുത്ത അനാസ്ഥയെ തുടർന്ന് പ്രധാന പൈപ്പ് ലൈൻ തകർന്ന് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം തെരുവിലേക്ക് ഒഴുകി പാഴാകുന്നു. തിരുവില്ലോമല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ അധികൃതരുടെ തികഞ്ഞ അനാസ്ഥ മൂലം പ്രധാന പൈപ്പ് ലൈൻ തകർന്ന് ശുദ്ധജലം വൻതോതിൽ പാഴായി പോകുന്നത് പതിവ് കാഴ്ചയാകുകയാണ്. തിരുവില്ലോമല ചുങ്കം സെന്ററിൽ റോഡിനടിയിലെ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണിപ്പോൾ തെരുവിലേക്ക് ഒഴുകിക്കളയുന്നത്. പഞ്ചായത്തിന്റെ പല വാർഡുകളിലും കുടിവെള്ളക്ഷാമം അങ്ങേയറ്റം രൂക്ഷമാകുകയും ജനങ്ങൾക്ക് കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിച്ചു നൽകേണ്ടി വരികയും ചെയ്യുന്ന ഈ ദുരിതകാലത്താണ് വിലപ്പെട്ട ശുദ്ധജലം അധികൃതരുടെ കണ്ണിൽ ചോരാത്ത അനാസ്ഥയിൽ ഇത്തരത്തിൽ പാഴാക്കുന്നത്. ഏറ്റവും ലജ്ജാകരമായ വസ്തുത ഈ പൈപ്പ് ലൈൻ തകർന്ന പ്രദേശം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് തൊട്ടരികിലാണെന്നതാണ്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും നിരന്തരം യാത്ര ചെയ്യുന്ന ഈ പ്രധാന റോഡിലൂടെ ദിവസങ്ങളായി വെള്ളമൊഴുകിയിട്ടും ഇതൊന്നും തങ്ങളുടെ ബാധ്യതയല്ലെന്ന മട്ടിലാണ് അധികൃതർ പെരുമാറുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന ജല അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയാക്കി മാറ്റുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ബസ്സുകളും ടിപ്പറുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നുപോകുന്ന ഈ തിരക്കേറിയ റോഡിൽ പൈപ്പ് തകർന്ന് റോഡ് ബലഹീനമാകുന്നതോടെ വൻ അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് തികഞ്ഞ വിമുഖത കാണിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും ജല അതോറിറ്റിക്കുമെതിരെ പ്രദേശവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. അധികൃതർ ഈ ജനദ്രോഹ നടപടി അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും തകർന്ന പൈപ്പ് ലൈൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കി ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും തിരുവില്ലോമലയിലെ പൊതുപ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ സുരേഷ് ആവശ്യപ്പെട്ടു. തിരുവില്ലോമല പഞ്ചായത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് പല ഭാഗത്തും വെള്ളം പൊട്ടിക്കുകയാണ്. ഇപ്പം അതുമാതിരി മലേശ്വര ഭാഗത്ത് വെള്ളം കണ്ട ഒരാഴ്ച നീതായി. ഈ ഭാഗത്ത് ഇവിടെയൊക്കെ മുമ്പേ പൊട്ടിയിട്ടുണ്ടായിരുന്നു, വേഗം ശരിയാക്കാറുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് പൊട്ടിയിട്ടുണ്ട്, മലേശ്വര ഭാഗത്ത് പൊട്ടിയിട്ടുണ്ട്. ഇത് കുടിവെള്ളമാണ്. മലേശ്വര ഭാഗത്ത് പല ഭാഗത്തും വെള്ളം കിട്ടുന്നുണ്ട്. ഇത് ഉടനടി അധികൃതർ ശ്രദ്ധയിൽപ്പെടണം. പഞ്ചായത്ത് അതിനുള്ള നടപടി എന്തായാലും സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.